ഓക്കെ, ഇപ്പൊ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിരുന്നു. അപ്പൊ നിങ്ങൾ പേര് ടൈപ്പ് ചെയ്ത്, പേരും ജില്ലയും കൂടെ ടൈപ്പ് ചെയ്ത് അങ്ങനെ വിട്ടോളൂ. അപ്പോൾ ഞാൻ നിങ്ങളെ ഫോണ് തൽക്കാലം എല്ലാവരുടെയും സൗണ്ട് തൽക്കാലം ഞാൻ മ്യൂട്ട് നോക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ സമാധാനമാണ്. നമുക്ക് എല്ലാ ജില്ലയിൽ നിന്നും ആളുകൾ ഉണ്ടെന്ന് കാണുമ്പോൾ ഒരു സമാധാനം വേറെ തന്നെ ഉണ്ടല്ലോ അല്ലെ. മാത്രമല്ല എൻ്റെ ഭാഷയും എനിക്ക് സൂക്ഷിക്കാനും നല്ലതാണ്. തനി മലപ്പുറം സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ആത്മാർത്ഥത കാണിക്കാനും നല്ലതാണ്. നിങ്ങളുടെ വിവിധങ്ങളായ ജില്ലകളിൽ ആളുകൾ ഉണ്ടെന്നും ഓരോ ഭാഷ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്നും സൂക്ഷ്മത കാണിക്കണമെന്നും ഒക്കെ പറയാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നാവില് അള്ളാഹു തആല സൂക്ഷ്മത പ്രദാനം ചെയ്യട്ടെ. നന്നായി ഓതിയിട്ടുണ്ടായിരുന്നു. ഓതിയ കുഞ്ഞിന് അള്ളാഹു തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ഇനി നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഏറ്റവും നിങ്ങളെ ഈ 5 വിഷയങ്ങളിൽ അല്ലെങ്കിൽ 6 വിഷയങ്ങളിൽ ഏറ്റവും പ്രയാസമായിട്ട് അധിക കുട്ടികളും പറയാറുള്ളത് ലിസാനാണ്. എന്നത് ഈസിയാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ +2 വരെ പഠിക്കുമ്പോഴും ഭാഷ കൈകാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സാഹിത്യം ഈസിയാകും. അതാണ് ലിസാനിന്റെ പ്രത്യേകത. ഇന്നലെ നമ്മൾ മനസ്സിലാക്കി, ആല എന്ന് പറഞ്ഞാൽ അവൻ, ഒരു വാക്കർത്ഥം നമ്മൾ പറഞ്ഞു എന്നായിരുന്നു അർത്ഥം വെച്ചിരുന്നെങ്കിൽ അതിനെന്തെല്ലാം ആശയമുണ്ടെന്ന് വെച്ചാൽ, അവൻ, ഒരു പുരുഷൻ, രണ്ടർത്ഥമുണ്ട്. അവൻ എന്നൊരു വ്യക്തിയും ഒരു പുരുഷൻ എന്നൊരു വ്യക്തിയും രണ്ടും കൂടെ കൂടുന്നതാണ് ആല എന്ന ഒറ്റ വാക്കിൽ വരുന്നത്. കാഫ് അലിഫ് ലാം. എന്നാ നമ്മൾ മലയാളത്തിൽ നിന്ന് പറയണം, അവൻ ഒരു പുരുഷൻ പറഞ്ഞു എന്നാണ് ഇതിനർത്ഥം വരുന്നത്. അപ്പൊ അത്ര വലിയ വാക്കുകളൊന്നും അറബിയിൽ പറയേണ്ടതില്ല. ആല പറഞ്ഞ ആയി, ഒരാൾ പോയി എന്ന് പറയുന്നത് ജാ പറഞ്ഞാൽ മതി, ഒരാൾ പോയി എന്നർത്ഥം. അപ്പോ അങ്ങനെയുള്ള ഈ ഒരു ഭാഷയുടെ ഏറ്റവും രസകരമായ ഭാഷയെ അന്ന് മലയാളത്തിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അറബിക്ക് വളരെ മഹത്വമുണ്ട്. ആകെ കുറഞ്ഞ അക്ഷരം കൊണ്ട് ലോകം മുഴുവൻ സംസാരിക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ്. ഏറ്റവും കൂടുതൽ ആൾ സംസാരിക്കുന്നത് മന്ദാരിൻ ചൈനീസ് ഭാഷയാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലുള്ള ഭാഷ ഇംഗ്ലീഷാണ്. എന്നാൽ അറബിയാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങളുടെ ഭാഷയായിട്ട് ഉപയോഗിക്കുന്നത്, രാഷ്ട്രഭാഷയായിട്ട് മാറിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾ സംസാരിക്കുന്നു. ഇനി ഭാഷ അറിയാത്ത ആളുകൾ പോലും നിസ്കരിക്കണമെങ്കിൽ ഫാത്തിഹ ഓതും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ദിവസവും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഭാഷ ഒരു പക്ഷേ അറബി തന്നെ ആയിരിക്കാം. ഏതായാലും അറബിയിലെ ഈ സാഹിത്യത്തിൽ ഈസിയായ കുറെ മെത്തേഡുകളാണ് നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇന്നലെ പവർ പോയിന്റ് ഒക്കെ വെച്ച് നിങ്ങൾ കാണിച്ചു തന്നു. നിങ്ങൾ മലയാളം വെച്ചിട്ട് തന്നെ അത് സർഫാക്കാനും പഠിച്ചു. പക്ഷേ ഹോംവർക്ക് അയച്ചപ്പോൾ കുറേ പേര് നമ്മുടെ വൃത്തിയിൽ നന്നായി എഴുതിയിട്ടുണ്ട്. നല്ല രസകരമായ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. നിങ്ങളങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ ആ വരയിലൂടെ വരച്ച് എഴുതിയാൽ, അല്ലെങ്കിൽ ഒരു വരയുണ്ട് നോട്ട്ബുക്കിൽ, ആ വരയിലൂടെ ഇങ്ങനെ വരച്ച് കൊണ്ടുവരികയാണെങ്കിൽ എഴുത്ത് സൂപ്പറാവും. പിന്നെ മേൽഭാഗത്ത് ഫതഹും കസറും ലൊമ്മും അടിയിൽ 2 കുത്തും മേലിലുള്ള കുത്തുകൾ വിട്ടുകൊടുത്താൽ അക്ഷരം ഏറ്റവും ഏത് കുട്ടിക്കും അറബിയും വൃത്തിയായി എഴുതാൻ കഴിയുമെന്നതാണ്. മലയാളമാണെങ്കിൽ ഉരുട്ടി കൊണ്ടുവരണം അല്ലെ. ഹിന്ദി ആണെങ്കിൽ മേലെ കൂടെ ഒരു വര വരക്കലാണ്. ആ ഹിന്ദിനെ നേരെ തിരിച്ചെന്ന് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നോട്ട്ബുക്കിലെ ആ വരയിലൂടെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു മേലക്കറി വരിച്ച് ഇങ്ങനെ കൊടുക്കുന്ന എഴുത്തും രസകരമായി മാറും. അറബി എഴുതാനും ഈസിയാണ്. പറഞ്ഞു വന്നത്, ഞാൻ ഒരു ക്ലാസ് തുടങ്ങാന്ന് പറഞ്ഞ ഉടനെ ഉസ്താദന്മാരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്താ കാരണം അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതും കൂടെ പറയാം. ഞാൻ സർക്കാർ ജോലിയിൽ കയറുന്നതിന് മുമ്പ് സമസ്തയുടെ ഉസ്താദുമാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. ആ പോകുന്ന സമയത്ത് കുറെ കാലം അങ്ങനെ ക്ലാസ് എടുത്തിരുന്നു. സർക്കാർ സർവീസിൽ കയറിയതോടുകൂടി പിന്നെ അതിനൊന്നും സമയം കിട്ടാണ്ടായി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നെ പരിചയമുള്ള കുറെ ഉസ്താദുമാർ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ വിവരം എത്തിച്ചു തന്നിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ്. അങ്ങനെ നിങ്ങൾക്ക് ആരൊക്കെയാണോ വിവരം തന്നത് ആ ഷെയർ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെയൊക്കെ ജോലികളിൽ അള്ളാഹു തആല ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെ മാതാപിതാക്കൾക്കും നല്ല ഇഷ്ടമുള്ള മക്കളാക്കി മാറ്റട്ടെ. നിങ്ങൾ കാരണത്താൽ നിങ്ങളെ ഉപ്പ ഒന്ന് തല താഴ്ത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങളെ ഉപ്പാക്കും ഉമ്മാക്കും പൊന്നോമനകൾ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഉമ്മായും ഉപ്പയെയും അതുപോലെ നന്നായി തിരിച്ചും സ്നേഹിക്കണം. അവർക്ക് വേണ്ടി ഹിദമത്തുകൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും അത്രയും നിങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം. ഇത്ര കാലം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരായിരുന്നു അവർ.
അവർക്ക് വേണ്ടി നിങ്ങളാണ് ഇനി ജീവിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായി ഉമ്മാക്കും ഉപ്പാക്കും ഏറ്റവും ഇഷ്ടമുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ ഏറ്റവും ആപ്റ്റായ സമയം ഇപ്പോഴാണ്, ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോഴാണ്. എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളെ ഉപ്പാക്കും ഉമ്മാക്കും ഏറ്റവും ഇഷ്ടമായിരിക്കും നിങ്ങളാണ് ടോപ്പ് പ്ലസ് നേടിയ കുട്ടി എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ ടോപ്പ് പ്ലസ് ഒരു കുട്ടിക്ക് മാത്രമല്ലല്ലോ കിട്ടുക, നിങ്ങളെ കൂടെയുള്ള എത്രത്തോളം മാർക്ക് വാങ്ങിയ 97% മാർക്ക് വാങ്ങിയ കുട്ടികൾക്കെല്ലാം കിട്ടുമല്ലോ ടോപ്പ് പ്ലസ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടും, കിട്ടും. അത് നിങ്ങൾ ഉള്ളിൽ പറയും എനിക്ക് ടോപ്പ് പ്ലസ് വേണമെന്ന്. അപ്പൊ ഇന്ന് മുതൽ പാഠഭാഗം നമ്മൾ റെഡിയാക്കി തരാം, പക്ഷെ ഖുർആനും ഹിഫ്ളും നമുക്ക് റെഡിയാക്കി തരാൻ കഴിയില്ലല്ലോ. അത് നിങ്ങളെ ഉസ്താദ് തന്നെയാണ് മാർക്ക് ഇടുക. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഉസ്താദിനോട് നല്ല ഉഷാറാക്കിയിട്ട് ഉസ്താദിന് ഓതി കൊടുക്കണം. ഇത് എങ്ങനെയാണോ ഉസ്താദ് ഓതി തരാറുള്ളത് അതുപോലെ തിരിച്ചു ഓതി കൊടുക്കണം. ഉസ്താദിനെ നിങ്ങളെ ഇഷ്ടമാവണം, ഉസ്താദിനോട് പറയണം ഞാൻ ടോപ്പ് പ്ലസ് നേടുന്ന ആളാണ്, അതുകൊണ്ട് എൻ്റെ മാർക്ക് ഖുർആനും ഹിഫ്ളിലും നിങ്ങൾ കുറക്കാൻ പാടില്ല. ഇനിയുണ്ടല്ലോ 2 മാസമൊക്കെ ഉണ്ടല്ലോ, ഈ 2 മാസം ഞാൻ എങ്ങനെ ഓതാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഉസ്താദിന് അങ്ങനെ സമ്മതം വാങ്ങി ഉസ്താദിന്റെ കൂടെ നിങ്ങൾ നന്നായി ഓതി ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായിട്ട് നിങ്ങൾ മാറും. അപ്പം മാതാപിതാക്കളെയും നിങ്ങൾ സ്നേഹത്തോടെ കാണണം, ബഹുമാനത്തോടെ കാണണം. നിങ്ങളെ ഉസ്താദുമാരായിരിക്കും നിങ്ങൾക്ക് ഇത് തന്നിട്ടുണ്ടാവും, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും അവർ ഈ ക്ലാസ്സിനെ കുറിച്ചൊക്കെ. അപ്പൊ നിങ്ങൾ ഉസ്താദുമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും വേണം. അതോടൊപ്പം ഉസ്താദിനോട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഉസ്താദ് മാർക്കിട്ട് തരിക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രത്തോളം ഉഷാറാക്കി നിങ്ങൾ ഓതി കൊടുക്കുകയും വേണം കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഇന്നലത്തെ പാഠഭാഗത്തിലൂടെ ഞാൻ ഒന്നും കൂടെ പോവുകയാണ്. അപ്പോ ആദ്യം ഇനിയും കുറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നും നിങ്ങൾ 5 മണിക്ക് തന്നെ വന്നോ, 6 മണിയാകുമ്പോഴേക്ക് നമുക്ക് പോവാം കേട്ടോ. ഇൻ കേസ് എനിക്ക് വരാൻ കഴിയാത്ത വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി വേറെ വരും കേട്ടോ, വേറെ ഉസ്താദന്മാർ വരും. അപ്പൊ ഞാൻ ആരും ഇല്ലാതെ നിങ്ങൾ ആരെയും ഒറ്റക്കാക്കിയിട്ട് ഞാൻ അവിടുന്ന് പോകില്ല. അപ്പൊ നിങ്ങൾ 5 മണിക്കുള്ളിൽ എത്തിക്കോണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് നല്ല മക്കളായിട്ട് ഏറ്റവും ടോപ്പ് മാർക്കിൽ വിജയിക്കണം. അതിനുള്ള ഭാഗ്യവും അതിനുള്ള വഴിയും അല്ലാഹു തആല നമുക്ക് തുറന്നു തരട്ടെ. അപ്പൊ ഇന്ന് 2ാമത്തെ ദിവസം സമസ്തയുടെ 5ാം ക്ലാസ് പൊതുപരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്കുള്ള ക്രാഷ് കോഴ്സാണ്. വളരെ പെട്ടെന്ന് മാർക്ക് വാങ്ങണം, വളരെ കൂടുതൽ മാർക്ക് വാങ്ങണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വാങ്ങണം. അതിനാൽ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴേക്കും നമുക്കത് മനസ്സിലാക്കി കിട്ടണം. ഇന്നലെ നമ്മൾ പഠിച്ചത് മാളി എന്നത്, അത് കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് പറയാൻ വേണ്ടി, അതായത് പ്രവർത്തിച്ചു കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു സംഭവമാണ്, ചെയ്തു പോയ കാര്യമാണ്, അതിനെക്കുറിച്ച് പറയുന്നതിനാണ് മാളി എന്ന് പറയാം. അപ്പൊ അതിന് പറയുമ്പോൾ നമ്മൾ ആകെ 6 കാര്യങ്ങളായിരുന്നു ഇന്നലെ പഠിപ്പിച്ചിരുന്നത്. 1 ഫഅല, മറ്റൊന്ന് ഫഅല, 3 ഫഅലു, ഫഅലത്, ഫഅലത, ഫഅൽന എന്ന് വെച്ചാൽ ഒരു സിംഗിൾ എന്ന് പറഞ്ഞാൽ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരു ആണ്, മെയില്, ഒരു ആണ് പ്രവർത്തിച്ചു എന്നതാണ് ഫഅലയുടെ അർത്ഥം. ഫഅല എന്ന് ഈ അലിഫും കൂടെ ചേർത്താൽ 2 ആണുങ്ങൾ, ഡുവൽ അല്ലെ, ഡുവൽ പേഴ്സൺസ്, അൽ മുസന്ന, 2 ആളുകൾ, 2 ആണുങ്ങൾ ആണോ പുരുഷന്മാർ, 2 പുരുഷന്മാർ പ്രവർത്തിച്ചു എന്നാണ് ഫഅലക്ക് അർത്ഥം വരും. ഇനി ജംഅ് നോക്കൂ, ജംഅ് എന്ന് പറഞ്ഞാൽ പ്ലൂരൽ. അപ്പൊ 2നേക്കാൾ കൂടുതൽ, 3 ഇനി ലക്ഷങ്ങളോ കോടികളോ ആൾക്കാർ പ്രവർത്തിച്ചാലും ഈ ഫഅലു എന്നൊരൊറ്റ വാക്കുമേ ഒരുപാട് ആണുങ്ങൾ, പുരുഷന്മാർ പ്രവർത്തിച്ചു എന്നർത്ഥം വരും. അപ്പൊ നമ്മൾ സർഫ് ആക്കുമ്പോൾ, എഴുതുമ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് ഭാഗം കൃത്യമായിരിക്കണം. ഏതൊക്കെ? ഫതഹ് വേണം ഫഅലക്ക്, ഫഅല എന്ന് പറയുമ്പോൾ ഈ അലിഫ് വേണം, അപ്പോഴേ മുസന്ന ആവുള്ളൂ. ഫഅല തന്നിട്ട് അതിന്റെ മുസന്ന എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ഫഅല എന്ന് എഴുതണമെങ്കിൽ ഒരു ഫതഹ് ഇട്ടാ പോരാ, ഈ അലിഫും കൂടെ ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നലെ എഴുതിയ നിങ്ങളുടെ ഹോംവർക്കുകൾ മുന്നിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളിൽ ആരുടെയൊക്കെയാണ് ആ തെറ്റുകൾ എന്നുള്ളത് കാണാൻ പറ്റും. കുറെ പേരുടെ തെറ്റുണ്ടാവും, കുറെ പേരുടെ ശരി ഉണ്ടാവും. ആരുടെയൊക്കെ ശരി ആരുടെയൊക്കെ തെറ്റെന്ന് അറിയണമെങ്കിൽ ഇന്ന് ആ ഹോംവർക്ക് മുന്നിൽ വെച്ച് നോക്കിയാൽ മതി. ഫഅല മുസന്ന എഴുതുമ്പോ ഫഅല അലിഫ് വേണം. ജംആണ്, ആണുങ്ങളാണ്, ഒരുപാട് പുരുഷന്മാർ ചെയ്തു എന്നാ പറയണത്. അപ്പൊ എന്ത് വേണം? ഈ ലൊമ്മും വേണം, വാവ് വേണം, അലിഫും വേണം. ചില ആളുകൾ ലൊമ്മും വാവ് ഇട്ടു, പക്ഷെ എന്തിട്ടിട്ടില്ല? അലിഫ് ഇട്ടില്ല. നോക്കാണ് ആരൊക്കെയെന്ന് നോക്കിയേ. തെറ്റ് കണ്ടുപിടിച്ചില്ലേ? ഞാൻ ശരി ഇട്ടിട്ടില്ല, ഞാൻ ശരിന്ന് വെരി ഗുഡും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇട്ടു, ഞാനത് കണ്ടു. ഇനി നിങ്ങൾ വേണം എന്ത് ചെയ്യാൻ? അത് ശരി ഇടാൻ. ശരിയാണെങ്കിൽ ഉമ്മാക്ക് കാണിച്ചു ഞാൻ എഴുതിയത് ശരിയാണ്, അതുകൊണ്ട് ഉമ്മയോട് ശരി ഇട്ട് തരാൻ വേണ്ടി പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഫഅലു തെറ്റുള്ള കേസൊന്നുമല്ല, അത് ശരിയാക്കിയാൽ മതി. കാരണം നമുക്ക് എന്താ വേണ്ടത്?
എഴുതിയാൽ പോരല്ലോ, ഫുൾ മാർക്ക് വാങ്ങേണ്ട ആളുകളാണ് നമ്മുടെ പഠനം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്. ഫഅൽ ജംഅ എഴുതാൻ വേണ്ടി തന്നാൽ, അപ്പൊ ഫഅലിന്റെ ജംഅ എഴുതുക എന്ന് പറഞ്ഞാൽ അപ്പൊ പുരുഷന്മാരുതാണ് നമ്മൾ എഴുതുക, സ്ത്രീകളുടെ എഴുതൂല, പെണ്ണുങ്ങളുടെ എഴുതൂല എന്നർത്ഥം. അപ്പൊ മുഫ്രദ് തന്നു നിങ്ങൾക്ക്, ഫഅല തന്നു, ജംഅ എഴുതുക, ഉക്തുബുൽ ജംഅ അങ്ങനെ വരിക, ജംഅ എഴുതുക, ഫഅല കതബ അങ്ങനെ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫഅലൂ എന്ന് എഴുതി കൊടുത്താൽ നിങ്ങളെ മാർക്ക് 3 എണ്ണം കിട്ടും, 3 മാർക്ക് കിട്ടും. അല്ലെങ്കിൽ മുസന്ന എഴുതാൻ തരും, അപ്പൊ ഫഅല എന്ന് എഴുതണം. ഈ അലിഫും മുസന്നയാണെങ്കിൽ അലിഫ് ഇടാൻ മറക്കാൻ പാടില്ല, ജംഅ എഴുതുകയാണെങ്കിൽ വാവും ലൊമ്മും അലിഫും കൂടെ എഴുതാൻ മറക്കാൻ പാടില്ല. കാരണം കോടിക്കണക്കിന് ആൾക്കാരാണല്ലേ, ഒരുപാട് ആൾക്കാരല്ലേ. അപ്പൊ 3 ആളുണ്ടെങ്കിൽ ഈ 3 ഇട്ട് കൊടുക്കാൻ മറക്കണ്ട, ലൊമ്മും വാവിനൊരു സാധനവും പിന്നെ അലിഫും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഫഅലത്ത് പെണ്ണാണ്, ഒരു പെണ്ണുങ്ങൾ പ്രവർത്തിച്ചു, ഒരു സ്ത്രീ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ഫഅലത്ത് എന്ന് പറയും. ഫഅലത്ത് താഉം സുക്കൂനും അല്ലെ. ഫഅലത്ത എന്ന് പറഞ്ഞാൽ 2 പെണ്ണുങ്ങൾ എന്നാണ്. അപ്പൊ 2 സ്ത്രീകൾ പ്രസവിച്ചു എന്നല്ല കേട്ടോ, പ്രവർത്തിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫതഹും വേണം അലിഫും വേണം, ഈ അലിഫ് ഇവിടെയും വേണം, പക്ഷെ താ ആണ്, ഈ താ ഇവിടെയുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയും 2 നിലയിൽ അലിഫാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ആണുങ്ങളായപ്പോ ഫഅലു എന്നല്ല കൊടുത്തത്, പെണ്ണുങ്ങളാവുമ്പോ ഒരുപാട് പെണ്ണുങ്ങൾ പ്രവർത്തിച്ചു എന്നാണെങ്കിലോ ഫഅൽന, ലാമിന് സുക്കൂന് കൊടുക്കണം, നൂനിന് ഫതഹും കൊടുക്കണം, ഫഅൽന. ഇപ്പൊ ഇത് ക്ലിയർ ആയെന്ന് കേട്ടണം. ഇപ്പൊ നിങ്ങൾ തെറ്റുകളൊന്നും ചെക്ക് ചെയ്ത് നോക്കിയേ, എല്ലാം ശരിയായ ആളുകൾ കമന്റ് ബോക്സിൽ ഇട്ടാണ് എന്റേത് ഓക്കെ ആയിരുന്നു, ഞാൻ ഓക്കെ മാത്രം ഇട്ടാൽ മതി. നിങ്ങൾ മുഴുവൻ ശരിയായ ആളുകൾ ഓക്കെ ഇട്. പാലമ മാത്രല്ല കേട്ടോ, നമ്മൾ സർഫാക്കുന്ന സാധനങ്ങളിലല്ലോ, അതിനനുസരിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുണ്ട്, അടുത്തതിലേക്ക് വരികയെ. ഇതൊന്ന് നോക്കിയേ, നിങ്ങളെ ബുക്ക് ഉണ്ടോ, നോട്ട് ബുക്കും പെൻസിലും പേനയൊക്കെ ഉണ്ടോ? എന്നാ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതുപോലെ എഴുതി വെച്ചാണ്. പണ്ടൊക്കെ ഇത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ചോദിക്കലില്ല. എന്നാല് ചിലപ്പോ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചില സമയങ്ങളിൽ ചോദിക്കും. ഏത് ഉസ്താദന്മാരെ ചോദ്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ അൽ ഫിഅലുൽ മാളി ഡാഷ്, പിന്നെ തദുല്ലു അല്ലെങ്കിൽ അല ഇടും, എന്നിട്ട് ഡാഷ്, പിന്നെ ഫീൽ ഇടും അല്ലെങ്കിൽ ഫീ. ഇതിൽ ഏതെങ്കിലും ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് തരും. പ്രത്യേകിച്ച് അലയും ഫീയും മാളി ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ചേർത്തിട്ടാണ് തരിക. അപ്പൊ അൽ ഫീലുൽ മാളി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയണം തദുല്ലു, അത് അറിയിക്കും അല്ലെ. അൽ ഫീലുൽ മാളി കലിമത്തുൻ, ഒരു കലിമത്താണ്, ഒരു പദമാണ്. തദുല്ലു അല, അത് അറിയിക്കും എന്തിന്റെ മേലെ, ഹുദൂസി ഫിഅലിൻ, ഒരു പ്രവൃത്തി ചെയ്തതിന്റെ മേലെ, ഫി സമാനിൽ മാളി, കഴിഞ്ഞുപോയ കാലത്ത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു എന്നതിനെ അറിയിക്കുന്ന പദമാണ് ഫിഅലുൽ മാളി. ഇതുപോലെ എഴുതി വെക്കി. അൽ ഫിഅലുൽ മാളി എന്ന് പറഞ്ഞാൽ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനിൽ മാളി. ഇന്നലെ നമ്മൾ മലയാളത്തിലാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് അല്ലെ. ഇന്നലെ അറബിയിൽ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. കാണിക്കാതിരിക്കാൻ നേരം നമ്മളിങ്ങനെ കുറെ ആളുകളുടെ ശബ്ദം വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചു, അത് സംസാരത്തിലേക്ക്, നിങ്ങളെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ചു. പറയുന്ന വിഷയത്തിൽ നിന്ന് എന്റെ മനസ്സ് തന്നെ പോയി. ഇപ്പൊ നിങ്ങളൊന്നും മിണ്ടാതായപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കൃത്യമായി പറയാം, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുകയും ചെയ്യും. സംസാരിക്കാൻ സമയം തരൂ കേട്ടോ. അൽ ഫിഅലുൽ മാളി കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനിൽ മാളി, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച എന്തോ ഒരു കാര്യം, ഏതൊക്കെ കാര്യങ്ങളാവട്ടെ, കണ്ടു കേട്ടു അങ്ങനെ കുറെ വാക്കുകൾ ഉണ്ടാവുമല്ലോ, ഓരോ വാക്കിനും ഓരോ അർത്ഥമാണ് ഉണ്ടാവുക. അപ്പൊ അതിലൊക്കെ ഉണ്ടാവുന്ന അർത്ഥം എന്താ വെച്ചാൽ അത് കഴിഞ്ഞു, പ്രവർത്തിച്ചു കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു എന്നതിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഫിഅലുൽ മാളി. ഞാൻ അടുത്തതിലേക്ക് പോകട്ടെ. കാണാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റ് സമയത്ത് ചോദിച്ചാൽ മതി, അപ്പൊ നമുക്ക് വീണ്ടും പറയാം കേട്ടോ. ഇത് നമ്മൾ സർഫാക്കിയിരുന്നു, കടല അല്ലെ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, രസകരമായി നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് ഒന്നും കൂടെയും പറഞ്ഞു നോക്കാം, കടല. ഇനി മുസന്ന ആവുമ്പോ കടല അലിഫ് ഇട്ട് കൊടുക്കണം അല്ലെ. കടലു. ജം ആവുമ്പോ ലാമ് ലൊമ്മും വാവും പിന്നെ ഒരു അലിഫും, കടലു. ഇനി ആ പെണ്ണുങ്ങളാകുമ്പോ സ്ത്രീകൾ, ഒരു സ്ത്രീ കടലത്ത് അല്ലെ, 2 സ്ത്രീകൾ കടലത്താ. ജം മുഅന്നസ്, ഒരുപാട് സ്ത്രീകളിൽ മുഅന്നസിന് കടലിന. വെരി ഗുഡ്, ഇത്രയും വേണ്ടതുള്ളൂ. പറവയാണെങ്കിൽ പറവ, പറവാ, പറവൂ.
പറവത്, പറവത്ത, പറവന. അങ്ങനെ 3 അക്ഷരങ്ങൾ വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇനി ഞാൻ ഇത് ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഇന്നലെ തന്ന ഹോംവർക്ക് ഇതായിരുന്നു കത്തബ. കത്തബ നമ്മൾ ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. നിങ്ങൾ എന്റെ കൂടെ പറയണേ, കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു. ഫഅല കത്തബ, കത്തബ, കത്തബ അലിഫ് ഇട്ട് കൊടുത്തു. കത്തബു ലൊമ്മും വാവും അലിഫ് ഇട്ടു. പിന്നെ കത്തബത്ത് അല്ലെ, ഒരു താ എക്സ്ട്രാ സുക്കൂൻ ഇട്ട് കൊടുത്തു. കത്തബത്ത ഫത്തഹുണ്ട്, അലിഫ് ഉണ്ട്. കത്തബിന ബ് സുക്കൂന് നൂന് അല്ലെ, കത്തബിന. അക്കൊക്കെ ഈ കത്തബ അതേപോലെ തന്നെ പച്ചയിൽ എഴുതിയതുപോലെ തന്നെ വരും. ജലസ അതും ഇതുപോലെ തന്നെ നമ്മൾ എഴുതും. ജലസ എഴുതും, ജലസ. ഇവിടെ മുസന്നയാവുമ്പോ ജലസ, ജലസു, ജലസത്ത്, ജലസത്ത, ജലസ്ന. നീ നെസ്വറ, 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 നെസ്വറു, നെസ്വറത്ത്, നെസ്വറത്ത, നെസ്വർന. റഫഅ, റഫഅ, റഫഅ അതിനിട്ടിട്ട് ഫത്തഹ ഇട്ട് കൊടുക്കണം. റഫഉ അല്ലെ, വാവും അലിഫും ഇടാൻ മറക്കരുത്. മേലെ ലൊമ്മ് ഇടാൻ മറക്കരുത്. ഫഅലത് പെണ്ണുങ്ങളെ, ഒരു പെണ്ണ്. ഫഅലത മുസന്ന. ഫഅൽന ജംഅ്. ഇനി ഗസല, 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 ഗസലു, ഗസലത്, ഗസലത, ഗസൽന. അപ്പൊ നിങ്ങൾ 5 എണ്ണം കണ്ടെത്തി നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ലാസ്റ്റത്തത് സഅല ആയിരുന്നു കേട്ടോ, സഅല. അപ്പൊ എങ്ങനെ കൊടുക്കുക? സഅലത്, സഅലത, സഅൽന. അപ്പൊ ഞാൻ നിർത്തി, അടുത്തതിലേക്ക് പോവാണേ. ഇവിടെ ഞാൻ പിന്നെ മറന്ന കാര്യങ്ങളൊന്നും കൊണ്ട് ഓർമ്മാക്കാൻ വേണ്ടി ചോപ്പിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവുന്ന കരുതുന്നു. അല്ല, അതാണ് ഉസ്താദ് ഇന്ന് ഹോംവർക്ക് നോക്കിയിട്ട് ഉസ്താദ് പറയും ചെയ്തില്ലേ, ചില കുട്ടികള് ലാക്ക് ഫത്തഹ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ അലിഫ് ഇടാൻ മറന്നിട്ടുണ്ട് കുറെ കുട്ടികൾ. അവിടെയും ഫാലന്നെ എഴുതിയിട്ടുണ്ട്. ചില ആളുകള് വാവ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഈ അലിഫ് ഇട്ടിട്ടില്ല. നമുക്ക് 100-ൽ 100 മാർക്ക് കിട്ടണമെങ്കിൽ ഉസ്താദ്മാര് നമ്മളെ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പാടില്ല. അപ്പൊ ഈ ഒരു അലിഫിനാണ് മാർക്ക് അവള്. ഇപ്പൊ ജമ്മിടാൻ വേണ്ടി വരുമ്പോ ലൊമ്മ ഇട്ടോളിയും അലിഫ് ഇട്ടോളി, വാവ് ഇട്ടോളി കേട്ടോ. വാവിന്റെ പുറമെ അലിഫ് ഇടാൻ മറന്നതാണ് കുറെ ആളുകളുടെ മാർക്ക് പോയത്. ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾക്ക് ഉത്തരം അറിയാം, പക്ഷെ എഴുതുന്നോടത്ത് ചെറിയ തെറ്റ് വരുമ്പോൾ ആ തെറ്റിനാണ് ഈ മാർക്ക് പോവുക. അവിടെയാണ് നിങ്ങളും നിങ്ങളെ കൂട്ടത്തിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള മാർക്ക് വ്യത്യാസം വരും. ഒരു മാർക്കിനൊക്കെ നമ്മളെ എന്താ പറയാ, ഈ പറയപ്പെട്ട നമ്മളെ പത്രത്തിൽ ഫോട്ടോ വരുന്ന, നമ്മളെ മദ്രസയില് നമ്മളെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് നമ്മളെ ഫോട്ടോ ഇങ്ങനെ സ്റ്റേജിൽ വെക്കുന്നു. കുറെ ഉസ്താദ്മാര് റബിലവന് സമ്മാനം തരുന്നു. ഈ ഒരൊറ്റ അലിഫിടാൻ മറന്ന അതൊക്കെ പോയി. അതാണ് കേട്ടോ. അതുകൊണ്ട് മക്കളെ മറക്കുന്നില്ല. ഫഅലു അലിഫിടാൻ മറക്കുന്നില്ല. ഫഅലത് സുക്കൂനിടാൻ മറക്കുന്നില്ല. സുക്കൂന് മുസന്നാവുമ്പോ ഫഅലത അലിഫും ഒരു ഫത്തഹും അലിഫും. പിന്നെ ഫഅൽന ഉണ്ടോ, ലാമ് നൂന്. അപ്പൊ ലാ ലു ഇതാണ് അതിന്റെ കണ്ടന്റ്. അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ കടല സർഫാക്കിയത് ഒന്നുകൂടി നോക്കിയാൽ മതി. കടല, ഇവിടെയും കടല തന്നെയാണ്, പക്ഷെ നീട്ടാൻ കൊടുത്തു. കടല ഫത്തഹ് ഉണ്ട് നടത്തും. കടലു നമ്മൾ എന്താണ്, ലൊമ്മുണ്ട്, വാവുണ്ട്, അലിഫുണ്ട്. കടലസ് അല്ലെ, കടലസ്. കടല ഉണ്ട് അവിടെ, എക്സ്ട്രാ കൊടുത്തു. കാരണം ഇത് പെണ്ണുങ്ങളാണ് എന്നുള്ള കാരണത്താൽ തന്നെ. ഫഅലത അതാണ് കടലത്ത. പിന്നെ കടൽന അല്ലെ, കടൽന. ക്ലിയർ ആയി. പറവയായപ്പോ എങ്ങനെയുണ്ട്? പറവ, പറവ, പറവു, പറവത്, പറവത്ത, പറവന. അപ്പൊ ഫേല് മാവി എന്ന് പറഞ്ഞാല് അതില് ആയിബുണ്ട്, മുദക്കറുണ്ട്, മുഅന്നസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തി നമ്മൾ അല്ലേ. പിന്നെ പരീക്ഷയ്ക്ക് വന്ന ഇതൊക്കെ നോക്കിയേ, 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇനി നിങ്ങൾ ഉത്തരം പറഞ്ഞു നോക്കിയേ. ദറസ ഇതൊക്കെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ മുസന്ന എങ്ങനെ ഉണ്ടാവുക? അപ്പൊ അതിൽ സ്ത്രീകളുടെ നമ്മൾ പറയാ വേണ്ട, പുരുഷന്മാർക്ക് മാത്രം പറഞ്ഞാൽ മതി അല്ലെ. മുസന്ന അത് മുദക്കർ മാത്രം പറഞ്ഞാൽ മതി. അപ്പോ മുസന്ന എന്ന് പറയുമ്പോ എന്ത് കൊടുത്താൽ മതി? ഇവിടെ നിങ്ങള് ദറസ കൊടുത്താൽ മതി. ഇവിടെയോ ദറസു. വാവിട്ടാ പോരാ, അലിഫ് ഇടാൻ മറക്കരുത്. അലിഫ് ഇടാൻ മറക്കരുത് കേട്ടോ. നസറ. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലത്തെ വേറെ എന്ത് വാക്ക് വരികയാണെങ്കിലും അപ്പൊ നിങ്ങൾക്ക് ഈ ഓർമ്മ ഉണ്ടാകണം, അലിഫ് ഇടാൻ മറക്കരുത്, അലിഫ് ഇടാൻ മറക്കരുത്. ജംഇല് നമ്മളെ മാർക്ക് ഉസ്താദ്മാര് കൊണ്ടുപോകുന്നതാണ്. 1 മാർക്ക് പോയാൽ നമ്മളെ ഗ്രേഡ് കുറയും. അപ്പോ
പാസ്സാകാൻ പഠിക്കുന്ന ആൾക്കാരല്ലല്ലോ നമ്മൾ ഏറ്റവും ടോപ്പില് ഫുള്ള് 100% മാർക്ക് നമുക്ക് വേണം. 100-ൽ 100 മാർക്ക് കിട്ടണമെങ്കിൽ ഒരു അലിഫും നമ്മൾ കളയില്ല, ഒരു ലൊമ്മും നമ്മൾ കളയില്ല. ഓക്കെ. നെസറ, നെസറെന്ന് പറഞ്ഞാൽ തരീ. നെസറ, നെസറ അല്ലെ, അലിഫ് ഇട്ട് കൊടുത്തു. നെസറു, റാഇന് ലൊമ്മിട്ട് കൊടുത്തു, വാവ് ഇട്ട് കൊടുത്തു, അലിഫ് ഇട്ട് കൊടുത്തു. ഫതഹ, ഫതഹ അലിഫ് ഇട്ടു, മറന്നില്ലല്ലോ. ഫതഹു എന്തൊക്കെ ഇട്ട് കൊടുക്കണം? ഹാഇന് ലൊമ്മിട്ട് കൊടുക്കണം, വാവ് ഇട്ട് കൊടുക്കണം, അലിഫ് ഇട്ട് കൊടുക്കണം. വെരി ഗുഡ്. അടുത്തത് നാമ, 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 നാമ മീമിന് അലിഫ് ഇട്ട് കൊടുത്താൽ മതി അല്ലെ. നാമ. പിന്നെ നാമു എങ്ങനെ കയറാം? നാ മീമ് വാവ് അലിഫ്, ലൊമ്മിടാനും വിടണ്ട. അപ്പൊ ഇതിങ്ങനെ എഴുതിയൊക്കെയാണെങ്കിൽ നമ്മളെ ജ്യേഷ്ഠന്മാർക്കും ജ്യേഷ്ഠത്തിമാർക്കും ഒക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. 100-ക്ക് 100 മാർക്ക് നമുക്കും കിട്ടും, നമ്മളും വാങ്ങും. നെക്തുബുൽ മുസന്ന, അവിടെ ഇതിങ്ങനെ ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്തുബു നമ്മൾ എഴുതും, അൽ മുസന്ന മുസന്നയും എഴുതും, അൽ ജംഉ ജംഉം എഴുതും, ലിൽ അഫ്ആലാത്തിയ താഴെ വരുന്ന ഈ ഫീലുകൾക്ക് ജംഉം നമ്മൾ എഴുതും, മുസന്നിയും നമ്മൾ എഴുതും എന്നതാണ്. ഇതിങ്ങനത്തെ ചോദ്യം കണ്ട ഉസ്താദ്മാര് നമുക്ക് വായിച്ചു തരേണ്ട, ചോദ്യപേപ്പർ തരുമ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചും മറിച്ച് നോക്കി തജ്വീദൊക്കെ നമുക്ക് പിന്നെ ചെയ്താൽ മതി. ആദ്യം തന്നെ ലിസാനില് ഇത് നമ്മൾ ആദ്യം എഴുതിയിട്ട് ഫുൾ മാർക്ക് വാങ്ങി, അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അത് കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നത്. അറിയാത്തത് നമുക്ക് പിന്നല്ലേ, അറിയാത്തത് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലത്തെ ഏത് വരികയാണെങ്കിലും ഈ ചോദ്യം, ഇതുപോലെയുള്ള ചോദ്യങ്ങളുണ്ട് പിന്നെയും വരാണ്ട് കേട്ടോ. നോക്കിയേ അടുത്ത ചോദ്യം നോക്കിയേ. വേറെ കൊല്ലം വന്നതാണ്. ഇങ്ങനത്തെ 2 ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ 4 ഉണ്ടായിരുന്നു, ഇവിടെ 2 ഉണ്ടായിരുന്നു. നിങ്ങൾ ഉത്തരം പറഞ്ഞാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾ ഉഷാറായി പറയണ്ടെങ്കിൽ ഉമ്മമാരിലേക്ക് ഇടട്ടെ. എന്ന് നിങ്ങളല്ലേ ലേക്ക് ഇടണേ, ഇന്ന് ഉമ്മമാരിടട്ടെ. നിങ്ങൾ എഴുതി പറയും, ഞാൻ പറയാതെ തന്നെ. അക്കല മുസന്ന, ഉമ്മമാരിടുന്നുണ്ടല്ലേ, ലേക്ക് ഇട്ടുണ്ടല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. അതിന്റെ ജമ്മ്, അക്കലന്റെ ജമ്മ്. വെരി ഗുഡ്, വെരി ഗുഡ്. റജാൻ്റെത് റജ. വെരി ഗുഡ്. ഓ എല്ലാരും ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഉമ്മമാരിട്ട് തരുന്നുണ്ട്. ഇനി അടുത്തത് റജഉ അല്ലെ, റജഉ ജംഅ്. ഓക്കെ, വെരി ഗുഡ്. അലിഫ് ഇട്ടാ മറന്നോ? ഇല്ലല്ല, ഇല്ല. ലൊമ്മിട്ടില്ലേ, വാവ് പെട്ടു. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ എഴുതിയത് ശരിയാന്ന് നോക്കിക്കോളി. അക്കലന്റെ മുസന്ന അക്കല, ലാമിന് ശേഷം ഒരു അലിഫ് ഇട്ട് കൊടുത്താൽ ആയി. അക്കല. ജമ്മ് അക്കലു, അവർ ഒരുപാട് പുരുഷന്മാര് വന്ന് നമ്മളെ കല്യാണത്തിന് ഭക്ഷണം കഴിച്ചു പോയി, അതാണ് അക്കല. ഖാന ഖായ, ഭക്ഷണം കഴിച്ചു, അതാണ്. റജ മടങ്ങുക എന്നാണ്. മുസന്ന 2 ആൾക്കാരും മടങ്ങിപ്പോയി, ഒരു കല്യാണത്തിന് പരിപാടിക്കൊക്കെ വന്നിരുന്നു, അവര് മടങ്ങിപ്പോയി. റജ 2 ആളുകൾ മടങ്ങിപ്പോയി, അതാണ് മുസന്ന. ജമ്മ് റജഉ. അപ്പൊ ഇന്നത്തെ പാഠം ഇന്നത്തോടെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ പാഠഭാഗത്തിൽ 3-ാം പാഠത്തിൽ വന്ന കാര്യങ്ങളാണ് ഈ പറയാൻ പോണത് കേട്ടോ. ഇപ്പുറത്തുള്ളത് 2-ാം പാഠത്തിലുള്ളതാണ്. ഉസ്താദ് എഴുതിക്കാണ്ട് എനിക്ക് അയച്ചെന്നതാണ്. ഞാൻ അതേപോലെ ഫോട്ടോ എടുത്തിട്ട് അയച്ചിരിക്കുകയാണ്. ഈ 2-ാമത്തെ പാഠത്തിലുള്ള യഖീല ജുനൈദ് എന്നുള്ള പാഠഭാഗം ഉണ്ടല്ലോ, അതിലുള്ള ഫീലുകളാണ് ഈ കണ്ടതൊക്കെ. യഖീല, ഖാല, അഹ്യ, അമാത, ജലസ, ഖാമ, ദഖല, ഖള, ഖറജ, തഅല്ലമ, ഖറഅ, ശറഫ, വജബ, ആദ, അബദ, തലഅ, ജാഅ. അപ്പൊ നമുക്ക് നോക്കാം, ഇതൊന്ന് സർഫാക്കാൻ നോക്കല്ലേ നമുക്ക്. യഖീല, 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 യഖീലു, യഖീലത്, യഖീലത, യഖീൽന. റെഡി? ഖാല. അടുത്തത് 2-ാമത്തത് പറയൂ, നിങ്ങൾ ഇതിന്റെ കൂടെ പറഞ്ഞു നോക്കി. ഖാല, ഖാല, ഖാലു, ഖാലത്, ഖാലത. അല്ലല്ല, അത് പുല്ലാന്നാണ് കേട്ടോ. അതിപ്പോ നിങ്ങളോട് ചോദിക്കുന്നില്ല, അതൊക്കെ വലിയ ക്ലാസ്സിലേ ചോദിക്കുള്ളൂ. നമുക്ക് ഈ ആദ്യത്തെ 3 മാത്രം ഇപ്പൊ ക്ലിയർ ആക്കിയാൽ മതി. അടുത്തത് അഹ്യ, അഹ്യ മമാത്തി എന്നൊക്കെ പറയല്ലേ, അഹ്യ, 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 അഹ്യു, അഹ്യത്, അഹ്യത, അഹ്യൈന. 2 യാ ഒക്കെ വരുന്നതാണ്, അത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ല ഇപ്പോ. അപ്പൊ നമുക്ക് ആ ജംഉം മുദക്കറും ജംഉം മുസന്നിം 2 മാത്രം നോക്കിയാൽ മതി, ആദ്യത്തെ മാത്രം. ജലസ, ജലസ, ജലസു, ജലസത്, ജലസത, ജലസ്ന. ഞാൻ ഒന്ന് വിട്ടു, അമാത്ത അല്ലെ. അമാത്ത, അമാത, അമാതു, അമാതത്,
അമാത്തത്ത അമത്തന. അവിടെ പ്രശ്നമുണ്ട്. അതൊക്കെ നമുക്ക് ഈ വഴിയെ വരും കേട്ടോ. അത് ഇപ്പോ ഇതൊന്നും വലിയ ടെൻഷൻ ആക്കിയിട്ട് നിങ്ങൾ ഇത് റെഡി ആയില്ല എന്ന് ബേജാറാവുന്നാവേണ്ട. അത് നമുക്ക് വേറെ മേഖലയാണെന്ന് ഇന്ന് നമ്മൾ പഠിക്കും. കാമ കാമ കാമു കാമത് അങ്ങനെ വരില്ല അല്ലേ? കാമത്ത പുണ്യ അങ്ങനെ തന്നെ. ദഖല ദഖല ദഖലു ദഖലത് ദഖലത്ത ദഖൽന ഖള ഖള ഖളു ഖളത് ഖളത. അവിടെയും പ്രശ്നമുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ വരുന്നുണ്ട്. ഖറജ ഫതഹ് ഉള്ളത് മാത്രം പറഞ്ഞോളൂ. ഖറജ ഖറജ ഖറജു ഖറജത് ഖറജത. അവിടെയും പ്രശ്നമുള്ളതാണ്. തഅല്ലമ തഅല്ലമ തഅല്ലമു. മൂന്നെണ്ണം ക്ലിയർ ആയാൽ മതി. അത് നിങ്ങൾക്ക് റെഡി ആയില്ലേ? ഖറഅ ഖറഅ ഖറഉ ശറഫ 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 ശറഫു വജബ വജബ വജബു ആദ ആദ ആദു അബദ അബദ അബദു തലഅ തലഅ തലഉ ജാഅ ജാഅ ജാഉ. ഇനി അടുത്തതില് ഇങ്ങനെ തന്നെ ഉള്ളൂ. മൂന്നാമത്തെ പാഠം ഇതിൽ മുത്തവല്ലന്നല്ലേ ഭാഗമുണ്ടല്ലോ. ആ പാഠത്തിലുള്ളത് മുഫ്രദ് മുസന്നിദ ഉസ്താദ് എഴുതി തന്നു. വസല എങ്ങനെയാ? വസല ഖറജ ഖറജ ഖാമ ഖാമ ബസ്മല ബസ്മല മസഹ മസഹ. മസഹ പറയുമ്പോ ഒരാണാണ്, ഇവിടെ എത്തുമ്പോ രണ്ടാണുങ്ങളായി. തവസ്സക അല്ലെ? തവസ്സക്ക മിസ്വാക്ക് ചെയ്തു ഒരാള്. അപ്പൊ രണ്ടു ആൾക്കാരും മിസ്വാക്ക് ചെയ്തു, പല്ല് നിന്ന് തവസ്സക്ക. ജലസ ജലസ ദഹബ ദഹബ കത്തബ കത്തബ. മുഫ്രദും മുസന്നി. നിന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എന്റെ അഭിപ്രായം. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. സംശയം ഉണ്ടെങ്കിൽ ഇതിലിങ്ങനെ ചോദിച്ചോളി. വെരി ഗുഡ്, കൈയടിച്ചു. സൂപ്പർ. ഇനി ഇതുവരെ വന്ന ചോദ്യങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വന്ന ചോദ്യങ്ങൾ നമുക്ക് താഴെ പിന്നെയും വരുന്നുണ്ട്, നോക്കിക്കോളൂ. മുസന്ന ഖറഅത്ത് മാഹുവ. ഖറഅത്തിന്റെ മുസന്ന എന്താണ് ചോദ്യം. ഇപ്പൊ എന്താ എളുപ്പം? മുസന്ന ചോദിച്ചാൽ ഒറ്റ അലിഫ് ഇട്ട് കൊടുത്താൽ മതി. ആ സുക്കൂന് ഫതഹ് ഇട്ട് കൊടുത്താൽ മതി. ഖറഅത്ത കാണുന്നുണ്ടെങ്കിൽ ജംഇന്റെ ജലസന്റെ ജം എങ്ങനെയാണ്? അപ്പൊ ജലസൂ എന്ന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോ ചോദ്യങ്ങളും രീതിയിൽ തന്നെ വേറെ രീതിയിൽ ചോദിക്കുന്നുള്ളതാണ് കേട്ടോ. അടുത്തത് മുഫ്രദ് യദ്ഹബൂന. യദ്ഹബൂനന്റെ മുഫ്രദാണ് യദ്ഹബു, അത്ര മതി. യദ്ഹബു. മുസന്ന യൽഅബു. അതിൻ്റെ യൽഅബാനി അല്ലെ? യൽഅബു യൽഅബാ മതി അല്ലെ? യൽഅബാനി ഉണ്ട്. ജംഉ യഖ്റുജു യഖ്റുജു. യഖ്റുജുവിന്റെ ജം ആണ് കാണുന്നത്. യഖ്റുജൂന 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 ജം ഇട്ട് കൊടുത്തു അല്ലെ? ഇനി നഖ്താറു വനക്തബു തിരഞ്ഞെടുക്കാം, നമ്മൾ എഴുതാം. ഇതാണ് ഇഷ്തറൈതു റഫഅത തഖദ്ദമു. അൽ മുസന്ന അൽ മുഅന്നസ് മിനൽ മാളി. ഏതിൻ്റെത്? ഇതിൽ ഏതാണോ? ഇഷ്തറൈതു ഉണ്ട്, റഫഅത ഉണ്ട്, നഖ്ദമു അതുണ്ട്. ഇതിൽ ഏതാണ് മുസന്ന മുഅന്നസ്? പെണ്ണുങ്ങളിലുള്ള സ്ത്രീകൾ. മുഅന്നസ് സ്ത്രീ അല്ലേ? സ്ത്രീകളിലുള്ള രണ്ടുപേർ ചെയ്തു എന്ന് പറയുന്നത് ഇത് ഏതാ ഉള്ളത് എന്നാണ്. ഇഷ്തറൈതു എന്ന് പറയുമ്പോ ഒരാളല്ലേ ഉള്ളൂ അല്ലെ? തഖദ്ദമു എന്ന് പറയുമ്പോൾ ഞങ്ങളുള്ള വാക്കാണ് വരുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ മുഅന്നസ് ആകുമ്പോ മുസന്ന ആകുമ്പോ എന്ത് വേണം? അലിഫ് വേണം. അങ്ങനത്തെ ഏതാതിലുള്ളത്? ആകെ റഫഅത്ത മാത്രമല്ലേ ഉള്ളൂ. അത് നമുക്ക് അതും കിട്ടി. അപ്പോ ചോദ്യങ്ങൾ പല രീതിയിൽ വരികയാണെങ്കിലും അതിൽപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യം. ഏത്? തെരഞ്ഞെടുക്കുക, എഴുതുക എന്ന ചോദ്യം. അതുപോലെ നജീബ് എന്ന് പറഞ്ഞിട്ട് മുജീബ് അല്ല കേട്ടോ, നജീബ് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളായിട്ടും വരും. ഇനി നെക്ഷിഫ് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. സല്ലൈന ഹൽ ഹുവ മുഅന്നസുൻ ഔ മുദക്കർ. നിങ്ങളൊന്ന് തെരഞ്ഞെടുത്തിട്ടൊന്ന് ഉത്തരം പറഞ്ഞാണ്. സല്ലൈന ഞങ്ങൾ നിസ്കരിച്ചു. ഇത് മുഅന്നസ് ആണോ മുദക്കറാണോ? ഇത് ആണാണോ പെണ്ണാണോ എന്നുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ കത്തബുത്ത കത്തബുന എന്ന് പറഞ്ഞാൽ നാ വന്നാല് നമുക്ക് മനസ്സിലായി ഏതാ വരിക. മുഅന്നസ് ആണെന്ന് അല്ലെ? പെണ്ണുങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. ഇനി അടുത്തത് മുളാരിയ ഫതഹ. ഫതഹന്റെ മുളാരിന്റെ ഫതഹൻ അത് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. അതിൽ മുളാരി യഫ്തഹു എന്നാണ്. ഹാമിദ് വ ഖാലിദ് ഫിഅൽ മുനാസിബ് മിൻ യംശി. ഖാലിദും
ഖാലിദ് ഹാമിദ്, ഹാമിദും ഖാലിദും കൂടെ ഡാഷ് എന്താന്ന് പറയുന്നില്ല. ഇനി എന്ത് ചെയ്യണം? അവിടേക്ക് വേണ്ട ഫിഅല് മുനാസിബ്, യോജിക്കുന്ന ഫിഅലിനെ കണ്ടെത്തണം. എവിടുന്ന്? മീ യംഷി. യംഷി എന്നുള്ള വാക്കിൽ നിന്ന് രണ്ട് ആണുങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. യംഷി എന്നുള്ളത് എന്താക്കണേ? യംഷിയാനി അല്ലേ? യംഷിയാ എന്നിട്ടാലും നമുക്ക് ഉത്തരം കിട്ടണം എന്നാണ്. യംഷി എന്നുള്ളതിന് സർപ്പാക്കുമ്പോൾ യംഷിയാനി എന്നാണ്. അതാണ് ഉസ്താദ് ചോമശീല അങ്ങനെ എഴുതിക്കുന്നത് കേട്ടോ. വസലന്റെ മുസന്ന വസല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതും കഴിഞ്ഞ് അടുത്തതിലേക്ക് ഒന്നുകൂടി പോവാം. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പാഠം ഫിയല് മുളാരി ആണ്. റബ്ബേ 5:30 ആയില്ലേ? എത്ര പെട്ടെന്നാണ് അരമണിക്കൂർ കഴിഞ്ഞത്. അപ്പോ ഫിയല് മാതി കഴിഞ്ഞത് കഴിഞ്ഞു പോയ കാലമാണെങ്കിൽ മുളാരി എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഇംഗ്ലീഷ് സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികളാണല്ലോ, അതിലുണ്ടാവും പ്രസന്റ് ടെൻസും ഉണ്ടാവും, ഫ്യൂച്ചർ ടെൻസും ഉണ്ടാവും, പാസ്റ്റ് ടെൻസും ഉണ്ടാവും. കഴിഞ്ഞു പോയ കാലം അത് ഇന്നലെ നമ്മൾ പഠിച്ചു അല്ലെ? മാതി. അതിന് ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞിരുന്നേ? ഫ്യൂച്ചർ ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ? പാസ്റ്റ് ടെൻസ്, അതും പഠിച്ചിട്ടുണ്ട്. എന്നാ ഇനി വേറെ പറയുന്നത്, ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെ പ്രസന്റ് ടെൻസും അതുപോലെ ഫ്യൂച്ചർ നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം അറബിയിൽ മുളാരിനെ ഒറ്റ വാക്കിൽ ഒതുക്കും. അപ്പൊ എളുപ്പമായി നമുക്ക്. ഇംഗ്ലീഷിനെക്കാളും മലയാളത്തിനേക്കാളും അറബിക്ക് ഒറ്റ ഒരു എളുപ്പമുള്ള ഫിയല് പഠിക്കാൻ അല്ലെങ്കിൽ വെർബുകൾ പഠിക്കാൻ ഈസിയാണ്. ഈ നടക്കുന്ന കാലം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റിലെ അങ്ങനത്തെ ടെൻസ് ഇങ്ങനത്തെ ടെൻസ് ആണ് വേറെ കുറെ ഉണ്ട് ഇംഗ്ലീഷിൽ വരാൻ. അപ്പൊ അതിലെ പ്രസന്റ് ടെൻസിനെയും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിനും കൂടെ നമ്മൾ എന്ത് ചെയ്യും? മുളാരി എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറയും. അതായത് ഒന്നും കഴിഞ്ഞിട്ടില്ല. പ്രസന്റിലാണെങ്കിൽ ചെയ്തിട്ടില്ലല്ലോ, ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് എന്താ ഉള്ളു അറബിയിലെ? കഴിഞ്ഞതും പിന്നെ ചെയ്യാത്തതും. ഒന്നുകിൽ ചെയ്തു അല്ലെങ്കിൽ ചെയ്തിട്ടില്ല, ഇത്രയേ ഉള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുന്നു, അതൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയാം. അപ്പൊ ഫിയല് മുളാരി എന്നാർക്ക് പറയാം. ഫിയല് മുളാരി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, അതായത് വർത്തമാന കാലം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രസന്റ് ടെൻസ്. വരാൻ പോകുന്ന കാലം, അതായത് ഭാവി കാലം അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ്. ഇത് രണ്ടും പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അറബിയില് ഫിയല് മുളാരി. ഞാൻ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, യഖൂലു, അവൻ പറയുന്നു. പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ യഖൂലു എന്നാ. ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞപ്പോ ഞാൻ സംസാരിച്ച് കഴിഞ്ഞു. അപ്പൊ നമുക്ക് കാല പറഞ്ഞാൽ മതി. പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ യഖൂലു, പറയും. ഇന്ന് നാളെ പറയും, ഇന്നും പറയും, കുറച്ച് കഴിഞ്ഞാൽ പിന്നും പറയും. അതിന് യഖൂലു അതാണ്. അപ്പൊ ഈ യഖൂലുൽ എന്തെല്ലാം ഉണ്ട്? ചെയ്ത് കഴിഞ്ഞതുകൊണ്ട്, അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, ഇനി ചെയ്യാൻ പോകുന്നതുകൊണ്ട്. യഖൂലു. ഈ ദിക്ർ നോക്കിയ അർത്ഥം, രണ്ടർത്ഥം വരുന്ന നോക്കിയ, അവൻ ദിക്ർ ചൊല്ലുന്നു എന്ന് അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അവൻ ദിക്ർ ചൊല്ലും എന്നും അർത്ഥമുണ്ട്. അപ്പൊ കളവല്ല അല്ലെ? ചെല്ലി കഴിഞ്ഞിട്ടൊന്നുമില്ല, ചെല്ലും. അഫ്ആൽ മുളാരി എന്ന് പറഞ്ഞാല് ഇവർ വർത്തമാന ഭാവികാല ക്രിയകളാണ്. രണ്ടിനും പറയുന്ന അർത്ഥം. അപ്പൊ നേരത്തെ നമ്മൾ എഴുതിയതുപോലെ ഇതും കൂടെ എഴുതി വെച്ചോളി. നേരത്തെ നമ്മൾ മാളി എഴുതിയില്ലേ? തൊട്ടു താഴെ തന്നെ നിങ്ങൾ ഇത് എഴുതി വെച്ചാണ്. തൊട്ട് താഴെ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയാൽ മതി. അൽ ഫിയലുൽ മുളാരിഉ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫിൽ മുസ്തഖ്ബിലി ഔൽ ഹാലി. ഹാൽ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ പ്രസന്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ഒരു ഫിയല്, ഒരു പ്രവൃത്തി, ഒരു വെർബ് നടക്കുമെന്ന് അറിയിക്കുന്ന, ചെയ്യുമെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫിയല് മുളാരി. ഇതോടെ ഒന്നും കൂടി എഴുതി വെച്ചോളി. ഒരു വട്ടം കൂടി എഴുതിയിട്ട് അതെന്നില്ല ഉസ്താദ് ഞങ്ങൾ ബുക്കിൽ എഴുതിക്കണല്ലോ. ബുക്കിൽ എഴുതിയാൽ പോരാ, നമ്മളെ ബുക്കിൽ വേണം. കാരണം ഇതാണ് നമുക്ക് പരീക്ഷന്റെ ആ തലേ ദിവസം ഒന്നും നോക്കാനുള്ളത്. പരീക്ഷയ്ക്ക് ഹാളിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കണ്ടേ? ആ നോക്കണതൊക്കെ നമ്മൾ ഈ പഠിപ്പിക്കുന്ന പാഠഭാഗത്തിലെ കാര്യങ്ങളാണ്. ബുക്കൊക്കെ നിങ്ങൾ തലേന്നും പിന്നാലൊക്കെ വായിച്ചോളും. പരീക്ഷ ഹാളിൽ പോകുമ്പോൾ എഴുതാനുള്ള, അത് നോക്കാനുള്ളതാണ് ഇപ്പൊ നമ്മൾ എഴുതുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്നും കൂടി എഴുതി വെക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എഴുതാൻ വേണ്ടി പറയുന്നത്. ഈ രണ്ടുപേരും മാത്രം എഴുതിയാൽ മതി, മേത്തൊന്നും വേണ്ട. ഇത് മാത്രം. അൽ ഫിഅലുൽ മുളാരിഉ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫിൽ മുസ്തഖ്ബിലി അവിൽ ഹാലി. അറബി മാത്രം എഴുതിയാലും മതി. ഫിഅൽ മുളാരി എന്ന് പറഞ്ഞാൽ കലിമത്തുൻ അലാ ഹുദൂസി ഫിഅലിൻ ഫിൽ മുസ്തഖ്ബിലി അവിൽ ഹാലി.
അപ്പൊ രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് നോക്കിയൊക്കെ ആദ്യം നമ്മൾ എഴുതിയതും ഇതും കൂടി നോക്കി നോക്കിയാണ്. ആദ്യം എഴുതിയത് അൽ ഫിഅലുൽ മാളി കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനിൽ മാളി അല്ലേ? അവിടെ കണ്ടല്ലോ. ഇനി ഇവിടെ വരുമ്പോഴോ അൽ ഫിഅലുൽ മുളാരിഉ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫിൽ മുസ്തഖ്ബിലി അവിൽ ഹാലി. കഴിഞ്ഞല്ലോ. അപ്പൊ ഉദാഹരണം പറഞ്ഞു, യഖൂലു. യഖൂലുവിന്റെ പ്രത്യേകത അവൻ പറയുന്നു അല്ലെങ്കിൽ അവൻ പറയും എന്നാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും കരുതുന്നു അല്ലേ? എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. നോക്കിക്കോളി. ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ നോക്കിയതാണ്. നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയതാണ്. കാണുന്നില്ല എന്നല്ലേ? ഓക്കെ ഓക്കെ, ഒന്നുകൂടി കാണിക്കാം ഞാനത്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇപ്പൊ കാണും ഇപ്പൊ കാണും. ഇപ്പൊ കാണുന്നുണ്ടല്ലോ. കത്തബയും യക്കുതുബു എഴുതിയിട്ടുണ്ട്, ജലസ യജിലിസു എഴുതിയിട്ടുണ്ട്. ഫത്തവും ഗസും ഞാൻ ഇപ്പൊ ഇട്ടിട്ടില്ല. ഒരു അക്ഷരം എക്സ്ട്രാ വരുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ ഇത് രണ്ടും ഇട്ട് വെച്ചിട്ടുള്ളത്. ഫത്തവും ഗസുറൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ റെഡി ആണില്ലേ? കാണുന്നില്ലേ? ഉണ്ടല്ലോ. ഞാനിവിടെ വേറെ ഒന്നും കൂടി ഓണാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ഞാൻ കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. വേറെ ഒന്ന് ഫോണും കൂടി കാണുന്നത്. അപ്പോൾ അതാണ് കാണുന്നില്ലെങ്കിൽ ഞാൻ ഉടനെ അറിയുന്നത്. വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ കത്തബന്റെ മുമ്പിൽ ഒരു യാ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ബാക്കിയൊക്കെ കത്തബന്നല്ലേ? കാഫുണ്ട്, താ ഉണ്ട്, ബാ ഉണ്ട്. ജലസ അവിടെയും ജലസ തന്നെയാണ്. പക്ഷെ മുമ്പിൽ എന്തുണ്ട്? യാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു യാ ഇട്ടാല് മിക്കവാറും, എല്ലാ വാക്കുകളല്ല, മിക്കവാറും വാക്കുകൾ അത് മുളാരി ആയിരിക്കും. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേറെ ചോദ്യങ്ങൾ വരാണ്ട്. ഫിയല് മുളാരി എവിടെ, മാലി എവിടെയും ചോദിക്കണേ. അപ്പൊ ഈസി മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാല് യാ ഉണ്ടോ നോക്കിയാ മുളാരിയാവും. മുളാരിക്കന്നെ മുളാരി അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയാ, യാ സ്റ്റാർട്ട് ചെയ്യുന്ന ഫീലുകൾ വേറെ ഉണ്ട്. ഇപ്പൊ നിങ്ങളെ പാഠഭാഗത്തിൽ എന്തില്ല? ഫീലും മാലിയും മുളാരിയുമായിട്ട് കൺഫ്യൂഷൻ ആകാൻ വേണ്ടിയിട്ട് യാ ഉള്ള മാലി വാക്കുകൾ ഇല്ല. യാ ഉള്ള മാലി വാക്കുകൾ ഇല്ല. മുളാരിക്ക് മാത്രമേ യാ ഉള്ളൂ. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനത്തെ വാക്കുകളെ നിങ്ങൾക്ക് ഈ 5 പാഠത്തിലും പഠിപ്പിക്കണുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഫിയല് മാലിക്ക് യാ ഇല്ല, ഫിയല് മുളാരിക്ക് യാ ഉണ്ട്. അതിൽ ഒരു ഐഡിയ മാത്രമാണ്. പിന്നെ നമുക്ക് ഓരോ വാക്കുകൾ നമുക്ക് വേറെ തന്നെ പഠിക്കുകയും ചെയ്യാം. നോയിക്കോളെ. ഹറജ. ഹറജക്ക് നമ്മൾ എങ്ങനെ മുളാരി ഉണ്ടാക്കുക എന്നുള്ളൊരു പാഠഭാഗമുണ്ട്. 5 രീതിയിലുണ്ട്. അതിൽ ഈസി ഉള്ള ചില മെത്തേഡ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ് കേട്ടോ. ഹറജന്റെ നോക്കിയേ, ഇതെല്ലാം മാലി. ഈ ഹറജ, ദഹബ, കത്തബ, ജലസ ഒക്കെ ആണല്ലോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒക്കെ മുളാരിയാണ്. ഒക്കത്തിന് മുന്നിൽ എന്തുണ്ട്? യാ ഉണ്ട്. അപ്പൊ എങ്ങനെ ഇത് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ മുന്നിൽ യാ ഉണ്ടാക്കി കൊടുക്കുക. ഈ അക്ഷരത്തിന്റെ മേലെ, ഹറജന്റെ മേലുള്ള ഫത്തഹില്ലേ, ആ ഫത്തഹ് വലിച്ചിട്ട് ഇതിനെ യാ ഇട്ട് കൊടുക്കുക. അപ്പോ ഈ ഇതിന്റെ ഫത്തഹ് പോയി. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക? സുക്കൂന ഉണ്ടാവുക. നോക്കാണ്, റഹബന്റെ ഈ ഫത്തഹിനെ വലിച്ചുകൊണ്ടുപോയി ആർക്ക് കൊണ്ടുപോയി കൊടുത്തു? യാഹിന് കൊണ്ടുപോയി കൊടുത്തു. അപ്പോ ഇവിടെ പൂജ്യമായി. ഇവിടെ ഒന്നുമില്ല. ഇവിടെ യാഹിനാണ് ഫത്തം കൊടുത്തു. അപ്പൊ റഹബ നായി. ക്ലിയർ ആയോ? ഇനി അടുത്ത് നോക്കാണ് കത്തബ. കത്തബത്തിന് ഞാൻ എന്ത് ചെയ്യണം? ഞാനല്ല, അറബിയിൽ അങ്ങനെ കൊണ്ടുപോകാണ്. ഈ കാഫിന്റെ ഈ ഫത്തഹ് എന്ത് ചെയ്തു? യാഹിന് കൊടുത്തു. അപ്പൊ ഇവിടെ ഈ കാഫിന് ഒന്നുമില്ല, 0, സുക്കൂനിട്ട് കൊടുത്തു. അതന്നെ. ജലസന്റെ നോക്കിയേ, ജലസന്റെ ജാമിന് അല്ല, ജീമിന്, ജാമല്ല ജീമാണല്ലേ, ട്രാഫിക് ജാമായി മാറി. ജീമിന്റെ ഫത്തഹ് യാഹിന് കൊടുത്തു. അപ്പൊ ഇയാൾക്ക് എന്തായി? ജീമിന് ഒന്നുമില്ല. അപ്പൊ മുതാരി ഉണ്ടാക്കാനുള്ള എളുപ്പമുള്ള പണിയാണ്. മുതാരിയാണോ എന്നറിയാനുള്ള എളുപ്പമുള്ള പണിയാണ് ഈ പറയപ്പെട്ട രണ്ടാമത്തെ അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടാവുക, ഒന്നാമത്തെ അക്ഷരത്തിന് യാ ഉണ്ടാവുക.
അതിന് ഫതഹോ കെസറോ ലമ്മോ എന്തായിക്കോട്ടെ, യാ മുന്നിലും തൊട്ടക്ഷരം സുക്കൂനുമാണോ അത് മുളാരിയേക്കാരം. ഇനി ഇവിടെ കുറെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ചിലതൊക്കെ ഫതഹുള്ളതും കെസറുള്ളതും ലമ്മുള്ളതൊക്കെയാണ് 9ാം ക്ലാസ്സിലാണ് അതിന്റെ ഡീറ്റെയിൽസ് പഠിപ്പിക്കുന്നത്. എന്നാലും ഇവിടെ നമ്മൾ അതൊന്നും മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കണ്ടു പോരും കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുക, ഹറജന്റെ മുലാരിയാണ് യഹ്റുജു. ഇനി അതേപോലെ തന്നെയാണ് കത്തബന്റത് യക്കുത്തുബൂന. രണ്ടും ഒരേപോലെയാണ്, ലമ്മുമാണ് അല്ലെ. യക്കുത്തുബു യഹ്റുജു, കത്തബിൻ ഖറജ്. ഇനി റഹബ ആയപ്പോഴോ റഹബ യത് ഹബ അല്ല വരുന്നുണ്ട് അല്ലെ, യത് ഹബു ആണ്. യത് ഹബു ഖറജ യഹ്റുജു റു ആയിരുന്നു, ഇവിടെ ഫതഹാണ്. യത് ഹബൂന. ഇനി ജലസ നോക്കിയേ, ജലസ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ മാതിരി നമുക്ക് അതിനോട് അസൂയ തോന്നും, ജലസ തോന്നും. യജിലി സൂനാണ്, കെസറാണ് വരുന്നത്, യജിലി സൂനാണ്. അപ്പൊ ഇനി വ്യത്യാസങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഈ 4 നിങ്ങൾക്ക് കാണാതെ പറയാൻ കഴിയുമോ എന്നാണ് ഇങ്ങനത്തെ ചോദ്യം. ഖറജ മുലാരി, യഖ്റുജു, റഹബ, യദ്ഹബു, കതബ, യക്തുബു, ജലസ, യജ്ലിസു. ആറെണ്ണം പഠിഞ്ഞോ? അല്ല 6 4. ഖറജ നോക്കാതെ യഖ്റുജു. തിരിച്ചു ചോദിക്കട്ടോ, യഖ്റുജുന്റെ മാളി എന്ത് എന്ന് ചോദിക്കലുണ്ട്. ആ ചോദ്യം നിങ്ങൾക്ക് കാണാം കുറച്ച് കഴിഞ്ഞാല്. യഖ്റുജു ഖറജയാണ്. യദ്ഹബുന്റെ മാളി ദഹബയാണ്. അതിന് ഈസിയാണ്. യാഇന്റെ ഫതഹ് അയാൾക്ക് ഇട്ട് കൊടുത്താൽ മതി, ആ അവസാനത്തെ ലൊമ്മു ഒന്ന് മാറ്റിയാൽ മതി. ഏതായാലും മുളാരിന്റെ വേറൊരു പ്രത്യേകത നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4 എണ്ണത്തിന് നോക്കിയേ, അവസാനം എന്താ നോക്കിയേ, അവസാനം വാവിലെ സുക്കൂനാണ്, ഒരു കുട്ടിവാവാണ്. കുട്ടിവാവ ഉണ്ട് ഇവിടെ എല്ലാത്തിനും ലാസ്റ്റില്. യദ്ഹബു യഖ്റുജു യക്തുബു യജ്ലിസു. അപ്പൊ മുളാരിനെ വേഗം കണ്ടെത്താനുള്ള ട്രിക്ക് പെട്ടതാണ് യാ, ഫസ്റ്റ് യാ, പിന്നെ സുക്കൂന്, അവസാനം ലൊമ്മ്. ഫസ്റ്റ് ഫതഹ്, സെക്കൻഡ് സുക്കൂന്, ലാസ്റ്റ് ലൊമ്മ്. ഫസ്റ്റ് യാഇന് ഫതഹ് സുക്കൂന് ലൊമ്മ്, സുക്കൂന് സുക്കൂന് ലൊമ്മ്. ഈ മേൽഭാഗത്ത് ഫതഹ് ഉണ്ടായിട്ടുണ്ട്, കെസ്ർ ഉണ്ടായിട്ടുണ്ട്, ലൊമ്മ് ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഞാൻ അടുത്തേക്ക് പോട്ടെ, അടുത്തേക്ക് പോവാം. 3ൽ കൂടുതൽ അക്ഷരമുള്ള ഫിയലുകളും നമ്മളെ പാഠഭാഗത്ത് കാണാൻ കഴിയും എന്ന് പറഞ്ഞതാണ്. മാത്ത, അമാത്ത, 3 അക്ഷരം. അമാത്ത, അൽഹംദുലില്ലാഹില്ലദീ അഹ്യൈതനാ അല്ലെ, ബഅദമാ അമാതനി, അമാത്തയാണ്. അമാത്തന്റെ മുളാരി യുമീതു, യുമീതു. യുമീതു മുളാരി നേരത്തെ പറഞ്ഞ മാതിരിയല്ല, സാധനം മാറിട്ടോ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരേ ഉള്ളൂ, യുഹി മാത്രമേ ഉള്ളൂ. യാന് അല്ലേ ശേഷം സുക്കൂനിട്ടിട്ട്. അപ്പൊ അവർക്കൊക്കെ ഒരുപോലെയാണെങ്കിൽ ഇവർക്ക് വ്യത്യസ്തമാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ എന്തുണ്ട്, ഈ കാണുന്നതാണ് മുളാരി കേട്ടോ. യു 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 യാ 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 യു 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 കാണുന്നുണ്ട് അല്ലെ, ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ താ ആണ് ഉണ്ടോ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ പറഞ്ഞിട്ട് പോവാം. അപ്പൊ അതുപോലെ അല്ലെങ്കിലും ബാക്കിയുള്ള നോക്കിക്കോളി. അമാത്ത യുമീതു, തഅല്ലമ യതഅല്ലമു, യതഅല്ലമു. സുക്കൂനില്ല ഇവിടെ, നോക്കണേ, ഇവിടെ സുക്കൂനില്ല. യതഅല്ലമു അല്ല, യതഅല്ലമു എന്നാ പറഞ്ഞത്. ബസ്മല യു യു ബസ്മിലു, യു ബസ്മിലു. ബസ് ആണ്. മാ ഇവിടെ പറ്റും, ഇവിടെ മീ ആയാണ്. ല ഇവിടെ ലൂ ആവുകയാണ്. ഇവിടെ മാ ഇവിടെ മൂവത്തായിട്ടുണ്ട് അല്ലെ, ലാസ്റ്റ് ലമ്മന്നെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ലമ്മനിൽ നോക്കുകയാണെങ്കിൽ പക്ഷെ യുഹീക്കോ അവിടെ സുക്കൂന വന്നത് അല്ലെ, ഈ എന്നാണ് വന്നത്. അപ്പോ എന്നാ എല്ലാവർക്കും എന്തുണ്ട്, യാ ഉണ്ട്, അത് നമുക്ക് ക്ലിയർ ആയി. പക്ഷെ തൊട്ടടുത്ത് സുക്കൂനാണോ? എല്ലായിടത്തും സുക്കൂനല്ലതാനും അല്ലെ, ചിലത് സുക്കൂനുണ്ട്. അപ്പോൾ ഓരോ വാക്കുകളും നമ്മൾ ഇനി അങ്ങനെ തന്നെ പഠിക്കണം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. തഅല്ലമ യതഅല്ലമു, ബസ്മല യുബസ്മിലു, ഇസ്തൻശഖ യസ്തൻശിഖു, അഹ്യാ യുഹീ, ശറഫ യുശർരിഫു, തമൽമല യതമൽമലു, ഖല്ലല യുഖല്ലിലു. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 3 അക്ഷരമുള്ള ഫേലുകൾക്ക് വ്യത്യസ്ത രീതിയിൽ വന്നതിന് കാണാൻ പറ്റും നമുക്ക്. ആമ, ശരിക്കും നമ്മൾ പറഞ്ഞ പ്രകാരം എന്ത് വേണം, ആമ കഴിഞ്ഞിട്ട് യാക്ക് ഫതഹ് കൊടുത്തു, ഓക്കെ. പക്ഷെ ആക്ക് ശേഷം എന്ത് വേണം,
ലൊമ്മിട്ട് കൊടുക്ക സുക്കൂനിട്ട് കൊടുക്കണ പക്ഷെ അവിടെ ലൊമ്മ വന്നിക്കണത്. കാമ അലിഫേന് ഇവിടെ കൂന്ന വന്നത് അല്ലെ. കാമ യഖൂമൂന്നാണ്. അവിടെ ലാസ്റ്റ് സുക്കൂനാണോ? അല്ലല്ലോ, അല്ല, ലൊമ്മ തന്നെയാണ് അല്ലെ. ജാ യജീഉ ഖാല യഖൂലു ഖളാ യഖ്ലീ നാമ യനാമു ദആ യദ്ഉ യദ്ഉ. അത് നമ്മൾ പറഞ്ഞ പോലെ അല്ലേ. യഖ്ലീ അല്ലെങ്കിലും യദ്ഉ ക്ലിയർ ആയി. യാ ഉണ്ട്, സുക്കൂനുണ്ട്, ഹൈനുണ്ട്, വാവുണ്ട്, അല്ല ലൊമ്മുണ്ട്, വാവുണ്ട്. അപ്പൊ നമുക്ക് ഈ വാക്കുകൾ ഇങ്ങനെ തന്നെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. പാടി നോക്കിയാൽ ഒരു രസമുള്ള ഒരു പാട്ടാക്കിയിട്ട് കാമയക്കോമു ജായജീഉ ആലയക്കോലു കഥായക്കളി നാമയനാമു ദായതോ. പാട്ടൊന്നും വേറെ രീതിയിൽ പാടുകയാണ്, നിങ്ങളുടെ രീതിയിലൊന്ന് പാടി നോക്കാൻ. ഇനി നമുക്ക് നോക്കിയേ, ഇനി ഇതാ ഞാൻ പറഞ്ഞല്ലോ 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠഭാഗം നിങ്ങൾക്കൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോവുക. പറഞ്ഞുതരാണ്, നിങ്ങളത് പഠിക്കൊന്നും വേണ്ട. ഫഅല പറഞ്ഞതുപോലെ വരും സഅല. എഫ് അലു എന്ന രീതിയിൽ വരും, അതാ വസിൻ എന്ന് പറയാം. യെസ് അലു ആ മോഡലില് മുളാരി ഉണ്ടാവും. ഇനി ഫഅല എഫ് ഇലു ആ രീതിയിൽ വരും. ജലസ യജ്ലിസു ആ രീതിയിൽ വരും. യാ വരും, സുക്കൂന് വരും. രണ്ടിനും ഇപ്പൊ നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞത് ഇത് ക്ലിയർ ആണ്. ഈ 3 അങ്ങനെ തന്നെ വരുന്നുണ്ടോ? യാ ഉണ്ട്, ഫതഹുണ്ട്, സുക്കൂനുണ്ട്, ലാസ്റ്റ് ലൊമ്മ അല്ലെ, ലാസ്റ്റിൽ ലൊമ്മുണ്ട്. ഇതിനെല്ലാത്തിനും ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞതുപോലെയാണത്. ഇത് ഫീല് മാലി, ഈ രണ്ടാമത്തെ കോളം മുളാരി, ഇത് മാലി, ഇത് മുളാരിയാണ്. നോക്കിയേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അല്ലേ നോക്കിയാൽ മതി. ഫഅല ഫഅല ഇതെല്ലാം ഫഅലയാണ് 3 ഫഅലന്റെ വസനി എഫ് അലു ആണെങ്കിൽ സഅല യസ് അലു അവര്. ഫഅല യഫ്ഇലു ആണെങ്കിൽ അതിന് കെസറാണെങ്കിൽ ജലസ യജ്ലിസു ആണ് വരും. അതെങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫഅല യഫ്അലു ഈ കുത്തു കൂട്ടണ്ട കേട്ടോ. യഫ്ഉലു ഖറജ യഖ്റുജു, ഫഅല യഫ്അലു ശരിബ യശ്റബു, ഫഅല യഫ്ഉലു. ഫഅല പോലെയല്ലേ കറുമ എഴുതി നോക്കിയേ, കറുമ ഫയഫ്ഉലു യക്റുമു. അതാണ് ഇതൊക്കെ 9ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. അപ്പൊ 5 രീതിയിലാണ് വരിക എന്നതാണ്. മാളിയായ 3 അക്ഷര ഫീലുകൾക്ക് ഈ 5 രീതിയിൽ വരും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ 5 രീതി ഇങ്ങനെയാണ് കൊടുത്തത്. ഇനി അടുത്തത് നോക്കാം. അപ്പൊ അത് 9ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. എനിക്കത് മനസ്സിലായില്ല എന്ന് കരുതി നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട. മനസ്സിലായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് മാലി തന്നിട്ടുണ്ടാവും. ആ മാലിന് മുളാരിന് കണ്ടെത്തുക എന്ന 6 മാർക്കിന്റെ ചോദ്യമാണ്. നോക്കിയാൽ നിങ്ങൾ 2019 ചോദ്യവും 2021 ചോദ്യം ഇവിടെ കാണുന്നുണ്ട്. ഒരു പ്രാവശ്യം 6 മാർക്കാണെങ്കിൽ ഒരു പ്രാവശ്യം 12 മാർക്കിന്റെ ചോദ്യം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒറ്റ വാക്കില് ഒന്നാമത്തെ ചോദ്യത്തില്, ഈ ഒന്നാമത്തെ ചോദ്യത്തില് ഒറ്റ വാക്കില് ഈ മുളാരി കണ്ടുപിടിക്കാൻ കഴിയില്ല നിങ്ങൾക്ക്? ആരൊന്നും പറഞ്ഞൊന്നും വേണ്ട, കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് നോക്കിയാൽ കിട്ടും. കിട്ടിയില്ലേ? ആ, നിങ്ങളൊന്ന് എഴുതി നോക്കി, നിങ്ങളുടെ ബുക്കിൽ നിന്ന് എഴുതി. ഞാൻ കുറച്ച് നേരത്തിന് മിണ്ടുന്നില്ല, നിങ്ങൾ എഴുതിയിട്ട് ഞാൻ ഉത്തരം പറയാം. നിങ്ങളെ ജ്യേഷ്ഠന്മാരൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകളൊക്കെ എഴുതിയ പരീക്ഷന്റെ ചോദ്യങ്ങളാണ്. ഫീൽ മുളാരി മാത്രം എഴുതിയാൽ മതി. ഇതിലും മുളാരി എഴുതുക, ഇതിലും മുളാരി എഴുതുക. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം എഴുതി. എത്ര ആള് കിട്ടി നോക്കുക. എന്നിട്ട് ഉമ്മമാർക്കൊരു പണി കൊടുക്കണം. നമുക്ക് നിങ്ങൾക്ക് മാർക്ക് തരണം. മാർക്ക് മാത്രമല്ല, ഇന്നത്തെ ക്ലാസ് കേട്ടതിന്, ഇന്ന് മനസ്സിലാക്കിയതിന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി പറയുന്നത്. ഫുള്ള് ശരിയായില്ല. മുളാരി മാത്രം എഴുതിയാൽ മതി, മാതി എന്ന് എഴുതിയാ വേണം. ഞാൻ 10 വരെ എണ്ണും, അതിന് മുമ്പ് കഴിയണേ. 1 അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. 10 എന്റെ ഹംദ് വസന്നായി.
കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഇനി പേന താഴെ വെക്കി, എഴുതിയ പേന താഴെ വെക്കി. ഞാൻ പറയാം. ഒന്ന്, അതായത് ഫിയൽ മുതാരി മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഒന്ന് യൽബസു, കറക്റ്റ്, ശരി ഇട്ട് കൊടുക്കുക. യക്തുബു, രണ്ടാമത്തത് ശരി. യർഹമു, മൂന്നും ശരി. അപ്പോ ഇതിൽ 6ലാണെങ്കിൽ അപ്പൊ ഇത് ഇവിടെ എഴുതിയ ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ട് എഴുതാനുള്ളതല്ലേ. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കാലയും ദഹലയും ശരിബയും ഇവിടെ എഴുതാനുള്ളതാണ്. അപ്പൊ നമുക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടി. ഇവിടെ ആ 3 ശരിയായ, ബാക്കിയുള്ളത് അവിടെ എഴുതാനുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടും ഈസിയായി. ഇനി അടുത്തത് നോക്കാം. അയ്യോ, രണ്ടാമത്തത് 12 മാർക്കിന്റെ ചോദ്യം നോക്കാം. ഞാൻ പറയാം മുതാരികള്. യജ്ലിസു 1, യക്തുബു 2, യൻസുറു 3. ആഹാ, 3ഉം ശരിയായി. അവിടെ 3, ഇവിടെയും 3 ശരിയായി. അപ്പൊ ഇപ്പുറത്തുള്ള ഈ മാലിയും ബാക്കി റഹബ, നജഹ, ശരിബ അതും റെഡി ആവും അല്ലെ. ഇത് എഴുതി അത് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഫുള്ള് റെഡിയായ ആളുകള് ഒരു കാര്യം ചെയ്താണ്, ഇതിലെ കമന്റിൽ നിന്ന് ക്ലാപ്പ് ഇട്ടടിച്ചാണ്. ക്ലാപ്പ് 1, 2, 3, 4, 5, 6, 7, 8. മാഷാഅല്ലാ, മാഷാഅല്ലാ, മാഷാഅല്ലാ. ഒരുപാട് ആൾക്കാർ റെഡി ആക്കണ്. അപ്പൊ ഇത് കൃത്യം നമുക്ക് എന്ത് ചെയ്യും, ഇന്ന് നമ്മൾ 12 മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരം പഠിച്ചിട്ടുണ്ട്. മാഷാഅല്ലാ, മാഷാഅല്ലാ, മാഷാഅല്ലാ. അപ്പൊ ഉമ്മമാരെ, കുട്ടികൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ന് കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾ കേട്ടോ. നിങ്ങൾക്കാണ് ഇപ്പോ പണി വരുന്നിട്ടുള്ളത് എന്നർത്ഥം. ഇനി നോക്കാം, നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം. താങ്ക് യു. എല്ലാവരും എഴുതിയില്ലേ? എല്ലാവർക്കും റെഡിയായി. മാഷാ അല്ലാ. അങ്ങനെ എല്ലാവർക്കും റെഡിയാവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ടോപ്പ് പ്ലസിലേക്ക് നിങ്ങൾ എത്തുമല്ലോ. ടോപ്പ് പ്ലസിൽ ഏറ്റവും നിങ്ങൾക്ക് പ്രയാസമുള്ള വിഷയം ഒന്ന് ലിസാനാണെങ്കിൽ ലിസാൻ ഇങ്ങനെ ഈസിയാക്കി മാറ്റും ഇൻഷാ അല്ലാ. ഇനി അടുത്ത ചോദ്യം നോക്കി. നഖ്താറു മാ യുനാസിബു വനക്തുബുഹു ഫിൽ ഫറാഇ. ഫറാഇ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് എന്ന് എഴുതണം. യുനാസിബ് തെരഞ്ഞിട്ട്, യോജിക്കുന്നത്. നഖ്താർ നമ്മൾ തെരഞ്ഞെടുക്കുക. അപ്പൊ തെരഞ്ഞെടുത്ത ബ്രാക്കറ്റ് നിന്ന് യോജിക്കുന്നത് ഏതാണോന്ന് നോക്കിയിട്ട് തെരഞ്ഞെടുത്തിട്ട് ഇവിടെ എഴുതണം എന്നാണ്. അപ്പോ യൽഅബു ഉണ്ട്, യൽഅബാനി ഉണ്ട്. യൽഅബു ഉണ്ട്, യൽഅബാനി ഉണ്ട്. നമ്മൾ ഇന്ന് സർഫാക്കാൻ പഠിച്ചിട്ടില്ല. നമ്മൾ ഫേല് മുളാരി ഉണ്ടാക്കാനേ പഠിച്ചിട്ടുള്ളൂ. എന്നാലും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാണ്. താലിബാനി വരുമ്പോ ആ താലിബാൻ അല്ല കേട്ടോ, എന്താ പറയാ, പിന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അല്ലത് കേട്ടോ. താലിബാനിലാണ് 2 വിദ്യാർത്ഥികളിൽ നിന്നാണ്. അത് യൽഅബു എന്നാണോ യൽഅബാനി ആണോ വരാൻ സാധ്യത എന്നുള്ളതാണ്. കാരണം ഇവിടെ താലിബാനി ഉണ്ടാവുമ്പോ ബാനി 2 ആളെന്നാകുമ്പോ എന്തുണ്ടാവും, ഫേലിലും ഈ ബാനി വരും അല്ലെ. യൽഅബാനി ഉത്തരം കിട്ടിയെന്നർത്ഥം. ഇനി നോക്കിയേ, യഖ്റഉ അൽ ജരീദ, പത്രം വായിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ താലിബാനി ആകുമോ അൽ അബു ആകുമോ എന്നാണ്. യഖ്റആനി ആണെങ്കിൽ നമുക്ക് താലിബാനി കൊടുക്കാം. യഖ്റഉ ഒരേ ആളെ ഫെയിൽ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ആരെ പിടിച്ചോണ്ടായാൽ മതി, ആ വാപ്പച്ചിനെ കൊണ്ടുപോയാൽ മതി അല്ലെ, അബുവിനെ കൊണ്ടുപോയാൽ മതി. ഓക്കെ. ഇനി അദ്ദാരിസാത്തു തദ്രീബാത്തി. അപ്പൊ ഏതാ വേണ്ടത്? അദ്ദാരിസാത്തു അത്തദ്രീബാത്തി. യക്തുബൂനെയാണോ വേണ്ടത്, യക്തുബിനെയാണോ വേണ്ടത്? ഏതായാലും നമുക്ക് ഈ 2 ഉള്ളത് കൊണ്ട് മറ്റേത് നമുക്ക് തൽക്കാലം നമുക്ക് വിടാം അല്ലെ. യക്തുബൂനെയാണോ യക്തുബിനെയാണോ വേണ്ടത് വരിക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വഴിയേ പഠിക്കാം. അവിടെ നിൽക്കട്ടെ. ഇനി നോക്കാം, നമുക്ക് മുളാരിയും അതേപോലെ ഫിയലും മാലിയും ചേർത്തിട്ടുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയും ചോദ്യം വരും. അത്തിഫ്ലു ഫിൽ മഹദി. അത്തിഫ്ലു എന്നാണ്. അത്തിഫ്ലു ഫിൽ മഹദി. തൊട്ടിലാവുമ്പോ കുട്ടി എന്തേ കാര്യം ചെയ്യുന്നുണ്ടാവുക? ഒന്നുകിൽ ഇരിക്കുവോ, ഇജ്ലിസു ആകുമോ, യൽഅബു ആകുമോ, യനാമു ആകുമോ, ഖറജ ആകുമോ, ഹളറ ആകുമോ? തൊട്ടിലാണ്, കുട്ടിയാണ്. എന്താവാനാണ് സാധ്യത? കുട്ടി പറഞ്ഞാണ് തൊട്ടി കളിക്കണ്ടാവുള്ളൂ അല്ലെ. കുട്ടി കളിക്കാൻ തൊട്ടിൽ കയറി കളിക്കുമോ? ഇരിക്കാൻ കുട്ടി കളിക്കുകയാണെങ്കിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും കുട്ടികളൊക്കെ ആണെങ്കിൽ വീഴുകയും ചെയ്യും. അപ്പൊ അവിടെ സാധ്യത ഇതിനെ ഉള്ളൂ, നാമ സാധ്യത ഉള്ളൂ അല്ലെ. നോക്കാം, നമുക്ക് അടുത്തും കൂടി നോക്കാം. അൽ അബു ഖബ്ലൽ ഫജ്രി. ഫജ്റിന്റെ മുമ്പ് വാപ്പ എണീക്കുന്ന, ഉറങ്ങുന്ന, കളിക്കുന്ന, ഇരിക്കുന്ന, എണീക്കുന്നതായിരിക്കും അല്ലെ. അൽ വലതു അൽ കുർസി. അപ്പൊ ഇതൊക്കെ ഈ വാക്കുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്.
ഈ സെന്റൻസ് അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതാണ് വരിക, അർത്ഥം വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കണ്ടിന്യൂസ് ടെൻസ് നമുക്കില്ല, ഒരു ഫ്യൂച്ചർ ടെൻസ് നമുക്കില്ല. നമുക്ക് ഒന്നേ ഉള്ളൂ, ഒന്ന് പാസ്റ്റും ബാക്കിയുള്ളത് പ്രസന്റും. ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പോ ഈ പാഠഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങളാണ് കാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? തെൽഅബാനി തെൽഅബാനി എൽഅബും സൈദും മനസ്സും ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ആരാണ് ഇന്നത്തെ വരുന്നതെന്നാവോ റബ്ബേ? ക്ലാസ് നിർത്താൻ സമയത്തൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഈ പാഠഭാഗത്തു നിന്നാണ് കാര്യമായ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കി എടുക്കണമെന്നുണ്ട്. സമയം കഴിയാനായതുകൊണ്ട് ഞാൻ തൽക്കാലം സ്ക്രീൻ ഷെയറിങ് നിർത്തിയിട്ട് നിങ്ങളിൽ ഓരോ ആളുകൾക്ക് സംസാരിക്കാനുള്ള അവസരം തരികയാണ്. എല്ലാവരും കൂടി സംസാരിക്കരുത് കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്യാൻ സംസാരിക്കുക, ഉടനെ ഓഫ് ചെയ്യണം. എല്ലാവരും കൂടിയും ഓണാക്കി ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഉടനെ ഓൺ ആക്കും കേട്ടോ, ഓഫ് ആക്കി വെക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഏറ്റവും നല്ലത് ചെയ്തോളി, ചോദിച്ചോളി. ഓണായി കിട്ടണില്ല എന്നല്ലേ? അവർക്ക് ഓഫാക്കിയ പിന്നെ അങ്ങനെ പെട്ടെന്ന് ഓണായി കിട്ടണില്ല എന്ന് തോന്നുന്നു. ഇതില് ആർക്കാണ് ആദ്യം സംസാരിക്കേണ്ടത്? കൈ പൊക്കിയിട്ടുണ്ട്, കുറെ ആൾക്കാർ കൈ പൊക്കിയിട്ടുണ്ട്. ആരൊക്കെ വീഡിയോയിൽ വരുന്ന നമുക്ക് ഓല പിൻ ചെയ്തിക്കാണ്ട് ഓലോട് ചോദിക്കാനുള്ള അവസരം കൊടുക്കാം. വീഡിയോയിൽ വന്നോളിന്നാ. എന്നാ ചോദിച്ചോളി, ചോദിക്കാനുള്ള അവസരം തരാം. എന്നൊരു കാര്യം, ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്തോളേ. കഴിയണ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്തിക്കാൻ ചോദിച്ചോളേ. ഇതിൽ കുറെ നമ്മൾ ഇത് അല്ല, അവരോട് ഇതൊന്ന് നിർത്താൻ വേണ്ടി പറയണ ചോദ്യമുണ്ട്. ലാസ്റ്റ് പോലെ നമ്മൾ ക്ലാസ് നിർത്തിയല്ലേ? ഇവിടെ ഞാൻ ഒരിക്കൽ ലോക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഉണ്ടായത്. ഒരിക്കൽ നിങ്ങൾക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള അവസരം തരാൻ നോക്കി നോക്കുമ്പോൾ ഇപ്പൊ അത് കഴിയണില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നിങ്ങൾ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം മൈക്ക് ഓൺ ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, റെക്കോർഡിംഗ് സമയത്ത് ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യം വരില്ല എന്നർത്ഥം. ഇങ്ങനെ ലോക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഒരിക്കൽ ലോക്ക് ആക്കിയത് സ്റ്റക്ക് ആയിട്ട് തോന്നും. നമ്മൾ നിർത്തിട്ടെന്ന എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. 3 സലാത്തില്ല ഇവർക്കെത്തി 3 സലാത്തില്ലോണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം കേട്ടോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.